ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 4-ാം തിരുവചനം. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അവരെല്ലാവരും തിബരിയസ് കടൽ തീരത്ത് ഒത്തുകൂടി. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങളും നിന്റെ കൂടെ വരുന്നു. ആ രാത്രി മുഴുവൻ അവർ ആ കടലിൽ അധ്വാനിച്ചു, എന്നാൽ ഒന്നും ലഭിച്ചില്ല. ഉഷസായപ്പോൾ യേശു തിബരിയസ് കടൽ തീരത്ത് വന്നു നിന്നു. എന്നാൽ അത് അവനാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. 3-ാം തവണ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ഒരു നാൾ മീൻ പിടിച്ച് നടന്ന പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. പിന്നെ അങ്ങോട്ട് ആ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. അവന്റെ കൂടെ മനുഷ്യനെ പിടിക്കുന്നവനായി. എന്നാൽ കർത്താവ് ഒപ്പമില്ലാതായപ്പോൾ പത്രോസ് വീണ്ടും പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കൂടെയുള്ളവരും അവന്റെ ഒപ്പം ചേർന്നു. ഒന്നും ലഭിച്ചില്ല. ഒഴിഞ്ഞ വലയും വഞ്ചിയുമായി അവർ വീണ്ടും കടൽ തീരത്തേക്ക് എത്തുമ്പോൾ അവരെ കാത്ത് കർത്താവ് നിൽപ്പുണ്ടായിരുന്നു. അതാ ദൈവസ്നേഹം. അവൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. എത്രയെല്ലാം ഞാൻ അകന്നു പോയാലും മാറിപ്പോയാലും എന്റെ ദൈവം അന്നും ഇന്നും എന്നും ഒരുവൻ തന്നെ. ആ ദൈവസ്നേഹത്തിന് നമ്മെ തന്നെ കൊടുക്കാം, നമ്മുടെ ജീവിതം കൊടുക്കാം. കരുണാമയനായ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.